എന്താ ഇത്? കാര്യമൊക്കെ പിന്നെ പറയാം. ആദ്യം ചെക്കനെയും പെണ്ണിനെയും സ്വീകരിക്കേ. ഓ, സദ്യല്ലേ മാറിയുള്ളൂ, പിന്നെന്താണ് മാറിയോ? ഈ ചെക്കൻ എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. റേഷൻ കടയിൽ അരി മാറിയെന്ന് കേട്ടിട്ടുണ്ട്, പെണ്ണ് മാറിയെന്ന് പറയുന്നത് ആദ്യമായിട്ടാ. എന്ത് നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണ്. നമ്മുടെ ചെറുക്കനെ പറ്റിയ പെണ്ണൊന്നുമല്ല. എന്തൊരു ശ്വാസം മുട്ടില്ല ഇതിനകത്ത്. കുറച്ചു പേർക്ക് ആ ഇറയത്തേക്ക് കിടന്നിരിക്കാലോ. ഞങ്ങള് പെണ്ണിനെ കാണട്ടെ. ഏതായാലും ഒരാള് രക്ഷപ്പെട്ടു. ആരാ? അവന് നിശ്ചയിച്ചിരുന്ന പെണ്ണ്. എല്ലാം വേഗം ആവണം കേട്ടോ. ഇഷ്ടായോ? ഇഷ്ടായില്ല. ഇത്രയും നല്ല പെണ്ണിനെ കിട്ടിട്ടോ? പെണ്ണിന്റെ കാര്യമല്ല, പായസത്തിന്റെ കാര്യം. മധുരം തീരെ പോരാ. എല്ലാം ഒന്ന് വേഗം ഒരുക്കുക കേട്ടോ. ദാ വരുന്നു. ഈ കോമ്പുന്ന് കയറി പെണ്ണ് കെട്ടിയെന്ന് ശരി, അപ്പൊ ആ പെണ്ണ് വീട്ടുകാർ ഉറങ്ങായിരുന്നു. അതൊക്കെ ഓരോ നിമിത്തങ്ങളാ. ആ പെണ്ണിന് ഇവന്റെ കൂടെ കഴിയാനാവും വിധി. കൂട്ടുകാരി അസലായിട്ടുണ്ട്. അതിന് അവരാരാ ഉണ്ണുക? ആ പെണ്ണ് ഇപ്പോഴും കരച്ചിലും പിടിച്ചിലും അല്ലേ. ആ പെണ്ണിന്റെ ഒരു വിധിയേ. എന്ത് പഴക്കം കാണൂടോ തന്റെ ഈ തറവാടിന്? എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വേണ്ടിയാ തന്റെ അച്ഛൻ നമ്മളെ തനിച്ചാക്കിയത്. എന്തൊരു വർക്ക്മാൻഷിപ്പ്! അല്ല, വല്ല പെരുന്തച്ഛനോ മറ്റോ ആണോ ഇതിന്റെ പിന്നിൽ? ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഞാനൊരു കലാകാരനാണെന്ന് താൻ ധരിക്കുന്നുണ്ടാവും. എന്നാ അങ്ങനെ അല്ല. ഇതൊക്കെ ഒരു ക്രിമിനൽ വേസ്റ്റ് ആണെന്നാണ് എന്റെ അഭിപ്രായം. തന്റെ ചേട്ടന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ പണ്ടേ ഇതിൽ ഇടിച്ചു നിരത്തി ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് വെച്ചേനെ. ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഞാൻ എന്റെ ഒരു ടേസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഞാനൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്, അതാണ് ഇതാണെന്നൊക്കെ വിളിച്ചു പോകുന്നതല്ലാതെ താൻ എന്നെ പറ്റി ഒരു അക്ഷരം പോലും ചോദിച്ചില്ലല്ലോ. വിവാഹത്തെക്കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ഒരു സയന്റിഫിക് അപ്രോച്ച്. വാസ്തവത്തിൽ ജാതക പൊരുത്തത്തെക്കാൾ പ്രാധാന്യം അതിനാ. പിന്നെ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പോരെ നിശ്ചയം. എന്താ രാധിക തയ്യാറാണോ? ഇതുപോരാ, സമ്മതമാണെങ്കിൽ ആണെന്ന് തന്നെ പറയണം. ഇതാ എനിക്ക് ഇഷ്ടപ്പെടാത്ത. കോളേജ് ലെക്ചറേഴ്സിനെയും ബോയ്സിനെയും പമ്പരം കറക്കുന്ന പെൺകുട്ടികള് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ തലയും കുമ്പിട്ട് നിൽക്കുക. തുറന്നു പറയണം, സമ്മതമാണോ? സമ്മതമാണ്. ഏതായാലും കേൾക്കാനൊരു പുതുമയുണ്ട്. എന്നാ ചെക്കപ്പ്? ഈ ആഴ്ച ബിസി അത്രേ. വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് അയാളെ ഇഷ്ടപ്പെട്ടോ? സ്മാർട്ടാ. ഇനി മെഡിക്കൽ ടെസ്റ്റിന് ഫെയിൽ ആവുമെന്ന് പേടിയുണ്ടോ? അങ്ങനെ ഫെയിലാക്കാൻ അയാൾ മണ്ടനൊന്നുമല്ല. നാട്ടിൽ മുഴുവൻ തപ്പിയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. നിന്നെ കണ്ടപ്പോ കക്ഷിക്ക് ബോധിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഓരോ നമ്പറുകളല്ലേ. Come on, your blood group?
നെഗറ്റീവ്. ഹൈറ്റ്? 5'5". കളർ? കളർ ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ക്വാളിഫിക്കേഷൻ? MSc മാത്സ്. ഓക്കെ. ഇതെന്താ ഇന്റർവ്യൂ? യുവർ സാലറി? 3500. എന്തിനാ ഇതൊക്കെ? സി, നമ്മളാണ് ഏറ്റവും പൊരുത്തപ്പെട്ട ജോഡി. വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. കാട്ടിലേക്കയക്കുന്നു ദുഷ്ടനാം ദുർവിധി വീണ്ടും. ഇതാ ദുഷ്ടനാം ദുർവിധി വീണ്ടും. മറ്റൊരു സീതയെ കാട്ടിലേക്കയക്കുന്നു ദുഷ്ടനാം ദുർവിധി വീണ്ടും. ഇതാ ദുഷ്ടനാം ദുർവിധി വീണ്ടും. അമ്മ പറഞ്ഞു വന്നത് മുതല് കരച്ചിലാണെന്ന്. എന്തിനാ കരയണത്? രാധയ്ക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മനഃപൂർവ്വമൊന്നുമല്ല. ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. രാധിക എന്ന് പേര് വിളിക്കുന്നത് കേട്ടപ്പോ അബദ്ധം പറ്റിയത് ഒരു ഭാഗ്യായി എന്നാണ് എല്ലാരും പറയണത്. താലികെട്ട് കഴിഞ്ഞപ്പോ ഉള്ള ബഹളത്തിൽ എല്ലാരും പറയണത് കേട്ടു, കെട്ടിയത് അഴിക്കേണ്ടി വരുന്ന. സാധാരണ അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുന്നല്ലാതെ വല്ലാതെ അങ്ങോട്ട് പ്രാർത്ഥിക്കാറൊന്നുമില്ല. പക്ഷേ ഞാൻ മനമുരുകി പ്രാർത്ഥിച്ചു, മാറ്റാൻ ഇടവരുത്തല്ലേ എന്ന്. അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടായി. ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇനി സങ്കടപ്പെട്ടിട്ട് എന്ത് ചെയ്യാനാ കല്യാണമേ? എന്റെ മോക്ക് ഇങ്ങനൊരു ഗതി വന്നല്ലോ. നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ നാണാവുക. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ? കല്യാണത്തിന് മുമ്പ് കുടുംബം നോക്കണമെന്ന് പറയുന്നത് ഇതാ.